നഗരസഭാ ബജറ്റ് ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും രാജീവ് ചന്ദ്രശേഖറിനെതിരെയും മേയർ ആര്യ രാജേന്ദ്രൻ നടത്തിയ പരാമർശം ഭയങ്കരമായിട്ട് വിവാദമാകുന്നു. BJP പ്രതിഷേധിച്ചു. അതോടെ തന്നെ ആ ഒരു ബജറ്റ് സമ്മേളനം വലിയ കുപിതമായിട്ടാണ് BJP പ്രവർത്തകർ അതിലേക്ക് ഇറങ്ങിയത്. ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ നഗരസഭ എന്ന് പറയുന്നത്, നഗരസഭാ കൗൺസിലർമാരെന്ന് പറഞ്ഞാൽ എല്ലാം ഈക്വൽസാണ്, മേയർ ഉൾപ്പെടെ. മേയർ ഈസ് ദ ഫസ്റ്റ് എമംഗ് ഈക്വൽസ്, അത്രയേ ഉള്ളൂ. ഇത് ഈ കൗൺസിലർമാരെ ഇങ്ങനെ ബോധവൽക്കരിക്കുക എന്നൊരു ദൗത്യമൊന്നും നമ്മുടെ ഭരണഘടനാ പ്രകാരം അവരെ ഏൽപ്പിച്ചിട്ടില്ല. എല്ലാ അംഗങ്ങളും അവരുടെ മണ്ഡലങ്ങളായി ഫെഡറലിസത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഈ CPM തന്നെ അവരുടെ ഒരു മേയറെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുക. ഓരോ കൗൺസിലിലെ അംഗങ്ങളും പ്രധാനപ്പെട്ട അവർക്ക് കീഴിലുള്ള ജീവനക്കാരൊന്നുമല്ല. ആ ഒരു രീതിയും ധാർഷ്ട്യവും അഹങ്കാരവുമാണ് ആദ്യം മുതലേ മേയർ ആര്യ രാജേന്ദ്രൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു സഭക്കാരുടെ നിലവാരത്തിൽ നിന്ന് വലിയ പക്വതയൊന്നും ആർജിച്ചിട്ടില്ല ഇതുവരെ, ഇത്രയും നാളത്തെ പ്രവർത്തനം. VK പ്രശാന്ത് അങ്ങനെയായിരുന്നില്ല. അപ്പോൾ ആ വ്യത്യാസം വളരെ വ്യക്തമാണ്. ഇവിടെ ഇന്ത്യയിലെ എല്ലാ നഗരസഭകളുടെയും, തിരുവനന്തപുരം മാത്രമല്ലല്ലോ ഉള്ളത്, ഇത്രയും നഗരസഭകളുടെയും പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് കേന്ദ്ര ആവിഷ്കൃതമായിട്ടുള്ള, പ്രധാനമന്ത്രി എന്ന് പറയേണ്ട 2 പദ്ധതികളാണ്. നഗരങ്ങളെ മനോഹരമാക്കി നിലനിർത്തുന്നു. അമൃത് പദ്ധതി, അതുപോലെ സ്മാർട്ട് പദ്ധതി. ഇവിടെ സ്മാർട്ട് പദ്ധതി എന്ന് പറഞ്ഞ പദ്ധതി വന്നു. അപ്പോൾ ഇത് കേരള ഈ ഇവിടുത്തെ നഗരസഭയുടെ എന്തോ പരിപാടിയാണെന്ന് അല്ല, ഇത് കേന്ദ്രം ഇന്ത്യയിലുള്ള നഗരസഭകൾക്കെല്ലാമാക്കി കൊടുത്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യ മുഴുവൻ സുന്ദരമാകണം, വിദേശ രാജ്യങ്ങളിലെ പോലെ സുന്ദരമാകണം, സ്മാർട്ടാകണം. അവിടുത്തെ ഡ്രെയിനേജ് സൗകര്യം, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ഡ്രെയിനേജുകളും ആകാൻ പാടില്ല. അത് ഭംഗിയായിട്ട് നടപ്പാക്കാനുള്ള കാലവും നൽകിയിരുന്നു. അതെന്നിട്ടറിയാം, നമ്മൾ നടപ്പാക്കിയതിൻ്റെ കൂട്ടത്തിൽ ഒരു രക്തസാക്ഷിയും ഉണ്ടായി. കുഴിയിൽ വെള്ളത്തിൽ വീണ് മരിച്ച സംഭവം ഉണ്ടായി. എത്രയോ നാളെ ഇവിടുത്തെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ, വാഹനങ്ങൾ പോകാൻ വേണ്ടിയിട്ട് കൊടിയ ദുരിതം, നരകം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഗതാഗതം എത്ര നാൾ വളരെ മോശമായ അവസ്ഥയിലായിരുന്നു. എത്രമാത്രം ട്രാഫിക് ബ്ലോക്കുകളാണ് ഉണ്ടായത്. CPMൻ്റെയൊക്കെ മീറ്റിംഗ് അവിടെ വഞ്ചിയൂർ നടത്തിയപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയ ഗതാഗത കുരുക്കാണ് ഈ മേയർ ഈ പദ്ധതി ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ആസൂത്രണമില്ലായ്മയുടെ ഫലമാക്കി ഉണ്ടാക്കി വെച്ചത്. അതായത് ഈ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ സംസ്ഥാനത്തിൻ്റെതാണെന്നുള്ള വരുത്തി തീർക്കലാണ് ആര്യ നടത്തിയത്. കേന്ദ്ര ആവിഷ്കൃതമായിട്ടുള്ള പദ്ധതികളെല്ലാം സംസ്ഥാനം നടത്തിയത്, എല്ലാം ഞങ്ങളുടെ ഇതുകൊണ്ട് പറഞ്ഞത് CPMൻ്റെ ഒരു നേട്ടം മാത്രമല്ല. ഞാൻ മേയറാണ്, പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോളൂ. അങ്ങനെ പറയാൻ ഒരിക്കലും അധികാരമില്ല. അത് പ്രതിപക്ഷ നേതാവാണ് തീരുമാനിക്കേണ്ടത്. ഈ പ്രതിപക്ഷ ബഹുമാനം കൊടുക്കുന്നില്ല എന്നൊക്കെ സ്പീക്കറെ, പാർലമെൻറ്റിലെ സ്പീക്കറെ അധിക്ഷേപിക്കുന്ന ഇവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എന്ത് അധികാരമാണുള്ളത്? തിരുവനന്തപുരം നഗരസഭയിലെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന BJP അല്പസ്വല്പം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് മേയർ ആര്യ രാജേന്ദ്രൻ കയറി പറ്റിയത്. അപ്പൊ അല്പസ്വല്പം വ്യത്യാസം മാത്രമേ അവിടെ വരും. അപ്പൊ BJP പ്രതിപക്ഷ സ്ഥാനത്തേക്ക് നിൽക്കുമ്പോൾ അവരോട് കേന്ദ്രത്തിൽ നിന്നും നരേന്ദ്രമോദിയും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ ഉൾപ്പെടെ ആക്ഷേപിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഇതുണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള രീതിയിൽ വിവരങ്ങൾ ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ കൃത്യമായി ഇതിപ്പം പറഞ്ഞിരിക്കുന്ന എല്ലാം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്നുള്ള രീതി, പേര് മാറ്റാൻ മറന്നുപോയി എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ആ ബജറ്റിൽ ഉൾപ്പെടുത്തുകയും അതുപോലെ കൃത്യമായി ഡ്രെയിനേജ് ഉൾപ്പെടെയുള്ള പല സംഗതികൾക്കും അവിടെ BJP വിമർശിക്കുകയാണ് ചെയ്തത്. സ്മാർട്ട് സിറ്റി എന്നുള്ള പേരിൽ പലവിധ അവാർഡുകളും അതേപോലെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആര്യ നിരവധി അവാർഡുകൾ, അതായത് സ്മാർട്ട് കേരള, സ്മാർട്ട് സിറ്റി എന്നുള്ള ഒരു രീതിയിൽ വാങ്ങിക്കുമ്പോൾ ഇതുവരെ ഡ്രെയിനേജ് സൗകര്യങ്ങൾ നമ്മുടെ ഈ ഒരു നഗരങ്ങളിൽ പലയിടത്തും ഡ്രെയിനേജ് സൗകര്യങ്ങളില്ല. ഇപ്പോഴും ബ്രിട്ടീഷുകാരുടെ ഡ്രെയിനേജ് സൗകര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഈ തിരുവനന്തപുരം സിറ്റി മൊത്തം ഉള്ളത്. പുതിയ ഏറ്റവും നല്ല റോഡുകൾ രാജഭരണകാലത്ത് ഉണ്ടാക്കിയ റോഡാണ്. അതെ. അതുപോലെ തന്നെ ആനയറ ഭാഗങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുദ്ധിമുട്ട് ഈ ഒരു ഡ്രെയിനേജ് സംവിധാനത്തിന് വേണ്ടി എത്രയോ വർഷങ്ങളായിട്ട് ഈ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 7-8 കൊല്ലങ്ങളായിട്ട് ഈ ഡ്രെയിനേജ് സൗകര്യങ്ങളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്കുളം, കുളത്തൂർ, മറ്റേ ആറ്റിപ്ര, ഇവിടെ ആനയറ, ഇങ്ങനെയുള്ള തിരുവനന്തപുരത്തെ മെയിൻ ഭാഗങ്ങളിലെല്ലാം ഡ്രെയിനേജ് സൗകര്യം വെട്ടിപ്പൊളിച്ചും ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ നടക്കുന്നില്ല. പലയിടത്തും ഇങ്ങനെ തന്നെയാണ്.
അപ്പൊ ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ധാർഷ്ട്യമാണ് അവിടെ പറയുന്നത്. നിങ്ങൾ ഇറങ്ങി പൊയ്ക്കോളൂ, ഞാൻ മേയറാണ്, എനിക്ക് എന്തും പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടാൽ മതി, അല്ലെങ്കിൽ ഇറങ്ങി പൊയ്ക്കോളൂ. ഒരിക്കലും ജനാധിപത്യ വിരുദ്ധവും ഫാഷിസ്റ്റ് രീതിയിലും മേയർ ഒരു തവണയല്ല, ഇത് പല തവണകളായിട്ട് ആവർത്തിക്കുന്നുണ്ട്. പലവിധ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഒരു നഗരസഭാ മീറ്റിംഗിൽ ഉൾപ്പെടെ ഈ ഒരു ധാർഷ്ട്യമാണ് മേയർ കാണിക്കുന്നത്. പല പദ്ധതികൾക്കും മുൻഗണന നൽകിയോ യാതൊന്നും തന്നെ ചെയ്യുന്നില്ല. പലതും അവിടെ എവിടെങ്ങളിലായിട്ട് കിടക്കുന്നു എന്നല്ലാതെ ആറ്റുകാൽ ക്ഷേത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സാറിന് അറിയില്ലേ, ആറ്റുകാൽ ക്ഷേത്രം ഒരു വലിയ ഇതാക്കണം, ആ ഒരു പദ്ധതിയൊന്നും നടപ്പിലാക്കാനോ എന്ന കാര്യങ്ങൾ തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്യാനോ ഒന്നും തന്നെ മേയർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ ഈ ധാർഷ്ട്യം മാത്രമേ നിലവിലുള്ളൂ. ആറ്റുകാൽ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിന് വളരെയധികം ആവശ്യമുള്ള ഒന്നാണ്. ഈ ആറ്റുകാലിലേക്കുള്ള തിരക്ക് ഇപ്പോൾ പൊങ്കാലയുടെ കാലത്ത് മാത്രമല്ല, ആറ്റുകാൽ എന്ന് പറയുന്നത് വലിയൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറിയിരിക്കുക. അതൊരു ടൗൺഷിപ്പായിട്ട് വികസിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം തിരുവനന്തപുരത്തിന് മൊത്തമാണ്. ആറ്റുകാൽ ദേവി എന്ന് പോലും പറയുന്നില്ല, ആറ്റുകാൽ ടൗൺഷിപ്പ്. തിരുപ്പതിക്കുണ്ടായതുപോലെ ടൗൺഷിപ്പ് ശബരിമലയ്ക്ക് അങ്ങനെ വരാൻ പോവുകയാണ് അതിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഇവിടെ ആറ്റുകാൽ എന്ന് പറയുന്ന അത് ദൈവം, ഹിന്ദു ദൈവങ്ങളങ്ങ് അതുകൊണ്ട് നന്നായി പോകുമെന്നുള്ള ഒരു പേടി കൊണ്ടാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധത, അതാണ് മുഖ്യമായിട്ടുള്ളത്. ഹിന്ദു വിരുദ്ധത, BJP വിരുദ്ധത, അതാണ് ഭരിക്കുന്നത് ഈ നഗരസഭയെ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് അമൃത് പദ്ധതി എന്ന് പറയുന്നത്. ഇവിടെ ഈ കുടിവെള്ളം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി നഗരത്തിലെ ജീവിക്കുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്താനും അവർക്ക് സംതൃപ്തമായിട്ടുള്ള ജീവിതം നൽകാനുമുള്ള പദ്ധതികളാണ് വളരെ വിശാല വീക്ഷണത്തോടു കൂടി കേന്ദ്രം ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ടാണ്, ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇൻഡോർ എന്ന് പറയുന്ന പ്രായേണ മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന നഗരം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ശുചിത്വമേറിയ സ്ഥലമായിട്ട് മാറിയിരിക്കുന്നത്. അവിടുത്തെ മാലിന്യങ്ങൾ മുഴുവൻ നിക്ഷേപിച്ച് അതിൽ നിന്ന് അവർ വരുമാനവും വൈദ്യുതിയും, അവിടെ നിക്ഷേപിക്കുന്ന സ്ഥലം ഒരു വലിയ പച്ചക്കറി പൂന്തോട്ടവുമാക്കി മാറ്റിയിരിക്കുന്നു. രാജേട്ടൻ എങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെ അഴുക്ക് ചാലിൻ്റെ മുകളിൽ കൂടി പാലം പണിഞ്ഞിട്ട് കിഴക്കേക്കോട്ടയെയും തമ്പാനൂരിനെയും തമ്മിൽ ബന്ധിച്ചു, അതുപോലെ വലിയ ആസൂത്രണം ആണ് നടത്തിയിരിക്കുന്നത്. ഈ രാജേട്ടൻ നടത്തിയതും നേരത്തെ രാജാവ് നടത്തിയതും അല്ലാതെ എന്ത് പദ്ധതികളാണ് ഇവർ പിന്നെ ഈ സ്മാർട്ട് സിറ്റി, അമൃത് പദ്ധതി കേന്ദ്രം ആവിഷ്കരിച്ച് സ്പോൺസർ ചെയ്യുന്നതുമായിട്ടുള്ള പരിപാടികളല്ലാതെ എന്ത് കുന്തമാണ് ആര്യ രാജേന്ദ്രൻ ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്? എന്നിട്ട് ധാർഷ്ട്യത്തോടുകൂടി നിങ്ങൾ ഇറങ്ങിപ്പോകാൻ പറയാൻ ഈ കോർപ്പറേഷൻ ഓഫീസ് എന്ന് പറയുന്നത് AKG സെൻറ്റർ അല്ല, അത് ഓർക്കണം. ഇത് ഓരോ കൗൺസിലിലെയും ഓരോ വാർഡിലെയും കൗൺസിലർമാർക്ക് ഇരിക്കാനും അവർക്ക് കാര്യങ്ങൾ പറയാനുമാണ്. അപ്പോൾ മേയർ കള്ളം കാണിക്കുമ്പോൾ അവരത് പറയും, അല്ലാതെ KSRTC ബസ്സിലെ കണ്ടക്ടർ അല്ല നിങ്ങൾ ഇറങ്ങിപ്പോകാൻ പറയുമ്പോൾ പോകാൻ വേണ്ടിയിട്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി ഭരിക്കണം. അപ്പോഴാണ് അത് ജനാധിപത്യ ഭരണമാകുന്നത്. അല്ലാതെ ഈ ധാർഷ്ട്യവും മുഷ്കവും ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ അടുത്ത ഭരണം നിങ്ങളുടെ പാർട്ടി ഈ മേയറുടെ ചെയറിൽ ഇരിക്കുകയില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഈ ആളിക്കത്തൽ എന്ന് പറയുന്നത് തീ കെടാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയാറുണ്ട്. എന്ന് പറയുന്നത് പോലെ ഉള്ള ആഞ്ഞു കൊട്ടാറുണ്ട് ചെണ്ട ചിലപ്പോൾ നിർത്തുന്നതിന് മുമ്പായിട്ട് ആ പൂർണ്ണ വിരാമത്തിന് തൊട്ടു മുമ്പ് ഉള്ള അത് അവസാനിക്കാൻ പോകുന്നു എന്നുള്ള അറിയിപ്പ് വരുന്ന മേളമാണിത്. നിലവെടി എന്ന് പറയും, വെടിക്കെട്ടിലും വലിയൊരു വെടിക്കെട്ടുണ്ടാവും, അതോടുകൂടി വെടിക്കെട്ടങ്ങ് നിൽക്കുകയാണ്, കരിമരുന്ന് പ്രയോഗം എന്ന് പറയുന്നത് പോലുള്ള ഒരു ശബ്ദാഠ്യതയാണ് ഇവർ പ്രകടിപ്പിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. മോദി എന്ന് പറയുമ്പോൾ ഞരമ്പുകളിൽ തീ പിടിക്കും. ആദ്യമേ അത് മോദിക്കെതിരായിട്ട് സംസാരിച്ച് പിന്നീട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അല്ല, രാജീവ് ചന്ദ്രശേഖർ വല്ലാതെ അവരെ പേടിപ്പിക്കുന്നുണ്ട്. ഈ പുതിയ ഒരാൾ, മതേതരനായ ഒരാൾ, RSSൽ കൂടി അല്ലാതെ വന്ന ഒരാൾ, ജനങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരാൾ, കേരളം നന്നാവണമെന്ന് വിചാരിക്കുന്ന TP ശ്രീനിവാസനെ പോലുള്ള ആൾക്കാർ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങോട്ട് വന്നത് CPMന് വലിയൊരു അടിയായിട്ടുണ്ട്. അതിൻ്റെ ഒരു അസ്വസ്ഥതയാണ് ഇവർ പ്രകടിപ്പിച്ചത് എന്നാണ് കരുതേണ്ടത്. തന്നെയല്ല, ഈ BJP കൗൺസിലർമാർ ഇറങ്ങിപ്പോകാൻ പറയുമ്പോൾ ഇറങ്ങിപ്പോകേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. അല്ല, പലതവണയും ഞാനും കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഇറങ്ങിപ്പോകണം. അത് പിന്നെ അവിടെ അവരുടെ ഭാഗം കേൾക്കുവാനോ അല്ലെ പിന്നെ എന്തിനാണ് ഈ പ്രതിപക്ഷവും മറ്റു കൗൺസിലർമാരും? അത് നമ്മൾ നിയമസഭയിലും പലപ്പോഴും ഈ പ്രതിപക്ഷങ്ങളുടെ പോരാട്ടങ്ങൾ ഭയങ്കര നിർജീവമായി പോകുന്നത് പോലാണ്. അത്രയ്ക്ക് ധാർഷ്ട്യം, ഒരു ഏകാധിപത്യമാണ്. ഞാൻ വാളെടുക്കും, നീ അവിടെ നിൽക്കണം എന്നുള്ളൊരു ഏകാധിപത്യമാണ് നിയമസഭയിലും ഇത്തരത്തിലുള്ള കൗൺസിൽ യോഗങ്ങളിലും ഒക്കെ കാണാൻ
കാണാൻ സാധിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ. പലപ്പോഴും എനിക്കത് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രതിപക്ഷത്തിരിക്കുന്നവർ പറയുവാനോ അല്ലെ അവരുടെ കാര്യങ്ങൾ കേൾക്കുമോ അതിന് വേണ്ടുന്ന കൃത്യമായ ഒരു രീതിയിലോട്ട് പോകാനോ അവർക്ക് സാധിക്കുന്നില്ല. മേയർ ആരെയെ പറയുന്നത് പോലെ തന്നെ മറ്റുള്ളവർ കേൾക്കണം. ഞാൻ പറയുന്നതാണ് ബഡ്ജറ്റ്, ഞാൻ ഉൾക്കൊള്ളിക്കുന്നതാണ് ബഡ്ജറ്റ്, വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി എന്നുള്ളത്. ഇപ്പം ആറ്റുകാൽ ടൗൺഷിപ്പിന്റെ കാര്യം തന്നെ BJP ഏകദേശം 10 വർഷം കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. സാറ് പറഞ്ഞതുപോലെ ഒരു നമ്മുടെ ഒരു പുണ്യസ്ഥലമാണ്. എത്രയോ കോടികൾ സാമ്പത്തികം നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഒരു എക്കണോമി മാറ്റാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രം എന്ന് പറയുന്നത്. ഒരു ദിവസം മാത്രമല്ല അവിടുത്തെ ഒരു സാമ്പത്തികം എന്ന് പറയുന്നത്. എല്ലാ ദിവസങ്ങളിലും എത്രയോ ജനലക്ഷങ്ങളാണ് അവിടെ വന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു വലിയൊരു ഇതാക്കി മാറ്റും. നമുക്കെപ്പോഴും അറിയാം ആറ്റുകാലോട്ട് പോകുന്ന വഴികളല്ല ഇടുങ്ങിയ പാതകളാണ്. ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ, ഒരു ബസ് പോയി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ടൊരു ബസ്സിന് പോകാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ ഇടുങ്ങിയ വഴികൾ, ഇടുങ്ങിയ റോഡുകളാണ് ആറ്റുകാലേക്ക് പോകുന്നത്. ഇപ്പോഴും ആ പഴയ രീതി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു പാത വികസനം വരുമ്പോഴും ഒരു ടൗൺഷിപ്പ് വരുമ്പോഴും അതിൻ്റെ ഉപയോഗം തിരുവനന്തപുരത്തെ ജനങ്ങൾക്കാണ്. അവിടുത്തെ വ്യവസായം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. വ്യവസായികൾക്ക് അത് ഗുണം ചെയ്യും, മറ്റുള്ളവർക്കത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ജോലി സാധ്യത വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എത്രയോ സാമ്പത്തിക നന്മകളാണ് വരാൻ പോകുന്നത്. ഇത് ആറ്റുകാലമ്മ എന്നുള്ളൊരു പേര് ഉള്ളത് കൊണ്ട് ടൗൺഷിപ്പിന് കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയാണ്. അപ്പോൾ പിന്നെ മേയർ എന്ന് പറയുന്ന രീതിയിൽ എന്തിനാണ് ഈ പറഞ്ഞതുപോലെ ഡ്രെയിനേജ് സൗകര്യങ്ങൾ എനിക്ക് തന്നെ അറിയാവുന്നതാണ്. പലയിടത്തുള്ള ഡ്രെയിനേജ് 7-8 വർഷമായിട്ട് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുഴിപ്പ് ഒരിടത്ത് നടക്കുന്നുണ്ട്, മറ്റൊരിടത്ത് മൂടുന്നു, ഒരിടത്ത് കുഴിക്കുന്നു, ഒരിടത്ത് മൂടുന്നു. ഈ പറയുന്ന ഇതിനകത്തൂടെ പോകുന്ന ഡ്രെയിനേജിൻ്റെ ആ ഒരു കുഴലുകളും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള സാമഗ്രികളും ഇത് അങ്ങോട്ട് കടത്തിവിടാൻ പോലും പറ്റാത്ത രീതിയിൽ തടസ്സങ്ങളുണ്ട്. കാരണം ഈ മണ്ണ് എടുത്ത് പരിശോധിച്ചോ അല്ലെങ്കിൽ പലയിടത്തും ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള കൃത്യമായിട്ടുള്ള രീതിയിലോ പരിശോധനയിലോ അല്ല ഈ കുഴിക്കുന്നത്. തോന്നുന്നിടത്തങ്ങ് കുഴിക്കുക, ഇടുക. ഇതിന് കൃത്യമായിട്ടൊരു എൻജിനീയറിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തവണ ഒരു കോൺട്രാക്ടർ എടുത്തു കഴിഞ്ഞാൽ ആ കോൺട്രാക്ടർ പിന്നീട് കാണത്തില്ല, 1 മാസം കഴിഞ്ഞ് കാണത്തില്ല. അയാൾ കുറേ എടുത്ത് മുക്കിക്കൊണ്ട് അയാൾ അങ്ങ് പോകും. അടുത്തത് വീണ്ടും ഇതേപോലെ വേറെ കോൺട്രാക്ട്. ഇതാണ് പലയിടത്തും നടക്കുന്നത്. ഇടയ്ക്ക് ഒരുപാട് മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുകയും വലിയ പ്രക്ഷോഭത്തിലൊക്കെ പോവുകയും ചെയ്യും. പക്ഷെ ഇത് ആരോട് പറയാൻ? ആരോടും പറയാനില്ല. ഈ ഡ്രെയിനേജ് സൗകര്യം തന്നെ നമുക്കറിയാം. തിരുവനന്തപുരത്ത് ഒരുപാട് ജനസാന്ദ്രത കയറി വരികയാണ്. 2 സെന്റ് 3 സെന്റും ഉള്ള വ്യക്തികൾക്ക് ഡ്രെയിനേജ് അത്യാവശ്യമാണ്. അവർക്ക് കിണർ കുഴിക്കാനോ അതായത് ഈ വെള്ളത്തിൻ്റെ സൗകര്യം പര്യാപ്തത കാണില്ല. മാത്രമല്ല ഈ ഡ്രെയിനേജ് സൗകര്യം, മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. 2 സെന്റിൽ 3 സെന്റിലാണ് ഇപ്പോൾ പലരും വീട് വെക്കുന്നത്. അപ്പം അത്യാവശ്യമായിട്ട് ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഈ ഡ്രെയിനേജ് സൗകര്യമാണ് വേണ്ടത്. ഈ ഡ്രെയിനേജ് ഇല്ലാത്തപ്പോൾ ഈ മാലിന്യ സംസ്കരണം ആയാലും മറ്റുള്ള ഈ നമ്മുടെ സെപ്റ്റിക് മാലിന്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ ബുദ്ധിമുട്ടിലായിരിക്കും സാധാരണ ജനങ്ങളുടെ വീട്ടിലെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞ് ഇവരിയ്ക്കുന്ന ഭരണത്തിലെ 10 വർഷവും ഒരിടത്ത് കുഴിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റൊരിടത്ത് എന്തൊക്കെയോ നടത്തിക്കൊണ്ടിരിക്കുന്നു, അവാർഡുകൾ വാങ്ങിക്കുന്നു. ഇതല്ലാതെ മറ്റൊന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല.